വീട് എനിക്കും കൂടി അവകാശപ്പെട്ടിയാണ്. വീട് തന്നവരെ ഞാൻ വെല്ലുവിളിക്കുന്നില്ല. വീട് തന്നവരോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. വീട് തന്നത് ഒരിക്കലും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. അതിനെന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ഞങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. പിന്നെ അമ്മ എവിടെയാണെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊല്ലസുധിയുടെ മകൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ആ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം സുധിയുടെ മകനും അതുപോലെ രേണുവും തമ്മിൽ തെറ്റിയോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ ചെറുക്കൻ ഇത് പറയേണ്ടതാണെങ്കിൽ കുറച്ച് മുന്നേ വന്നിട്ട് മര്യാദയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. ഇതിന് മുന്നേ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വേണമെങ്കിൽ തങ്കച്ചൻ്റെ വായി അടപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാം, വീട് എനിക്ക് അവർ തന്നതല്ലേ, എനിക്കും എൻ്റെ അനുജനും കൂടിയാ തന്നിന്, തനിക്കല്ലാന്ന് കൃത്യമായിട്ട് പറയാൻ വേണമെങ്കിൽ. പക്ഷെ അന്നൊക്കെ മിണ്ടാതിരുന്ന ഈ പയ്യൻ ഇന്ന് വന്നിട്ട് ഇങ്ങനെ പറയണമെങ്കിൽ ആ പയ്യൻ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുധിയായിട്ട് തെറ്റിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ രേണുസുധിക്ക് ചെറിയ തോതിലുള്ള വേറെ കുറച്ച് ഹേറ്റേഴ്സ് ഉണ്ടല്ലോ, അവരെയും കൂടി വരുതിയിലേക്ക് വരുത്താനുള്ള ഒരടവാണോ എന്നുള്ളൊരു സംശയമാണ് എനിക്കുള്ളത്. ഇതൊക്കെ ജെനുവിനാണെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നോ ഞാൻ പറയുന്നില്ല. എന്നുവെച്ചാൽ ചെറുക്കൻ ചിലപ്പോൾ നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുധി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും പോകും. അതുകൊണ്ട് പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കാനും കഴിയില്ല. ഏതായാലും ചെറുക്കനും രേണുസുധി ഇപ്പം നല്ല രീതിയിലല്ല പോകുന്നത് എന്നാണ് ഈ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത്. പിന്നെ വേറൊരു കാര്യം, ഇത് ഷെയർ ചെയ്തിരിക്കുന്നത് ഫിറോസ് തന്നെയാണ്. ഫിറോസ് പറയുന്നുണ്ട്, നീ അവിടെ താമസിക്കുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് എൻ്റെ കയ്യിൽ നിന്നും പൈസ കൊടുത്ത് ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഫിറോസ് അത് ഷെയർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രേണുസുധിയെ ഒന്ന് അടിച്ചിരുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള പദ്ധതിയാണോ, അതിൽ ഈ ചെറുക്കനെ വിലക്കെടുത്തതാണോ? പിന്നെ ചെറുക്കൻ്റെ മാത്രം ഒരു അഭിപ്രായമല്ല, ചെറുക്കൻ്റെ കൂടെ 3-4 പേര് വേറെയുമുണ്ട്. അവരുടെ എല്ലാവരുടെയും അഭിപ്രായം തന്നെയാണ്. അവരൊക്കെ പറയുന്നതുമുണ്ട്, അതായത് ഈ പിന്നെ വീട് തന്നവരും അതുപോലെ സ്ഥലം തന്നവരൊക്കെ നല്ലവരാണ്, അവർ ഞങ്ങളെ സഹായിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അതിലൊന്നും എനിക്കും യാതൊരുവിധ ഇതുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലസുധിക്ക് വീട് കൊടുത്തതോ അല്ലെങ്കിൽ അവർക്ക് സ്ഥലം കൊടുത്ത് സഹായിച്ചതോ ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്. എൻ്റെ വിമർശനം അന്നും ഇന്നും അവിടെ അതല്ല. അതായത് ഫിറോസിന് വേണമെങ്കിൽ വേറെ ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാമായിരുന്നു. അതുപോലെ പള്ളിയിലെ ഫാദർക്ക് വേണമെങ്കിൽ വേറെ ഒരാൾക്ക് വേണമെങ്കിൽ 5 സെൻറ്റ് സ്ഥലം കൊടുക്കാമായിരുന്നു. ഇവിടെ നമ്മുടെ ഈ പിന്നെ ഫ്ലവേഴ്സിനെ പോലെയുള്ള ഗോകുലം ഗോപാലിനും ഗൾഫാർ മുഹമ്മദ് അലി ഇവരുടെയൊക്കെ ചാനലാണ് ഈ ഫ്ലവേഴ്സ്. അപ്പോൾ ഇവരെ പോലെയുള്ള വൻ ടീമുകൾ വന്ന് വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോഴേ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഞങ്ങൾ വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ ഞാൻ സ്ഥലം കൊടുക്കാം എന്ന് പറഞ്ഞ്, അതിനോടാണ് എനിക്ക് യോജിപ്പില്ലാത്തത്. അതായത് അവരിഷ്ടം പോലെ വീട് വെച്ച് കൊടുക്കേണ്ട പൈസ അവരുടെ കയ്യിലുണ്ട്. അവർക്ക് ഇഷ്ടം പോലെ പൈസയുള്ള ടീമാണ് നമ്മുടെ ഈ പിന്നെ ഫ്ലവേഴ്സ് ചാനലിൽ. അവർ വെച്ച് കൊടുക്കാം എന്നാണ് ആദ്യം തന്നെ അവർ പറഞ്ഞത്. പക്ഷെ അതിൻ്റെ ഇടയിലാണ് ഇവർ വന്ന് പറഞ്ഞത്. ആ ഒരു അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലസുധിയെ ഉപയോഗിച്ച് ഫെയിമിന് വേണ്ടി തന്നെയാണ്. ഇപ്പോഴും ഈ ഒരു സംഭവം വന്നില്ലേ, ഈ ചെറുക്കൻ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ കുറച്ച് താഴെ പോയി എന്ന് അവന് തന്നെ തോന്നിയിട്ടുണ്ടാകാം. അപ്പോൾ അവൻ തന്നെ എന്താണ് ഒന്ന് ആലോചിച്ചിട്ട് ഈ ഒരു കണ്ടന്റ് അങ്ങ് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ, ഇപ്പം അതാണല്ലോ, ഇപ്പം അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ മറ്റുള്ളവർ ഒന്നുമില്ലല്ലോ, എല്ലാവരും പരസ്പരം തെറി പറയുക, അതുപോലെ തന്നെ പരസ്പരം ചളിവാരി എറിയുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതാക്കുക. എന്തിനധികം പറയുന്നത് ബെഡ്റൂമിലെ കാര്യങ്ങൾ വരെ, അതായത് ഭാര്യ ചിലപ്പോൾ തറ തുറക്കുന്ന ഇതുവരെ എടുത്തിട്ടിടുന്ന ടീമുകളുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വരുന്നൊന്നും നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. ഫെയിമിന് വേണ്ടിയിട്ട് എന്ത് തറ പണി എടുക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പയ്യന് വേണമെങ്കിൽ കുറച്ച് നേരത്തെ വന്ന് പറയാമായിരുന്നു. ഇത്രയും കാലമൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, കുറേ നേരത്തെ പറയാലോ. ഇതെൻ്റെ വീടാണ്, ഇത് എനിക്കും എൻ്റെ അനുജനും തന്ന വീടാണ്, അല്ലാതെ ഇതിന് കയറിയിട്ട് അഭിപ്രായം പറയേണ്ടടോ തങ്കച്ചാന്ന് കൃത്യമായിട്ട് പറയാം. അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ചെറുക്കന് നല്ല കയ്യടി കിട്ടിയേനെ. പക്ഷെ അന്നൊക്കെ ഈ ചെറുക്കൻ മിണ്ടാതിരുന്നു. പിന്നെ വേറൊരു കാര്യമോ, ചെറുക്കൻ ഇപ്പോൾ കുറേ നാളുകളായിട്ട് അമ്മയുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയുമ്പോഴോ, ഒരു 2 ആഴ്ച മുമ്പ് ഇവർ കാറൊക്കെ വാങ്ങിക്കുന്നത് ഒരുമിച്ച് നമ്മളെല്ലാവരും കണ്ടതാണ്. അതാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഉടായ്പകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും അങ്ങ് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. ഇതൊക്കെ ഇപ്പോഴും ഒരു ആഘോഷമായിട്ട് എടുക്കുന്ന ചില ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ രേണുസുധി എങ്ങനെ തറപറ്റിക്കണം എന്ന് ആലോചിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവരെങ്ങനെ വേണമെങ്കിലും അവർ ജീവിക്കട്ടെ, അവരായി അവരുടെ പാടായി. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അവർക്ക് ആ വീട് ഈ ചെറുക്കൻ എടുത്തു കഴിഞ്ഞാലും അവർക്കൊരു ചുക്കുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു നല്ലൊരു ലൈഫ് ഉണ്ട് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർ അത്യാവശ്യം ഇനിയിപ്പോൾ സിനിമയിൽ വരെ കയറുമെന്നാണ് പറയുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഈ ഉദ്ഘാടനത്തിനൊക്കെ അല്ല പൈസ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അല്ല പൈസ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോൾ രേണുസുധിക്ക് ഇനിയിപ്പോൾ ഈ വീടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമല്ല.
ഇനി രേണു സുധീനെ പിടിച്ചാൽ പിടികിട്ടുന്നു എനിക്ക് തോന്നുന്നില്ല. നല്ല രീതിയിലുള്ള ഓഫറും കാര്യങ്ങളൊക്കെയാണ് രേണു സുധിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ രേണു സുധീനെ എനിക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഈ കൊല്ലസുധി എന്ന് പറയുന്ന ഒരുത്തൻ്റെ കൂടെ കൂടിയിട്ട് അത്രയും ദാരിദ്ര്യം, എന്താ വെച്ചാൽ ആഹാരമില്ല, അല്ലെങ്കിൽ എന്താ അവരുടെ ഭയങ്കര ദാരിദ്ര്യം, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞെന്ന് ചോദിക്കൂട്ടാ. കൊറോണ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു വോയിസ് ക്ലിപ്പെല്ലാം ഇറങ്ങിയിനി. ആ കൊറോണ കാലത്ത് പറയുന്നുണ്ട് ആഹാരം മേടിക്കാൻ വരെ പൈസയില്ല, ആരെങ്കിലും പൈസ അയച്ചു തരണം എന്നൊക്കെ പറഞ്ഞ വോയിസ് ക്ലിപ്പും പിന്നെ ആ പൈസ അയച്ചു കൊടുത്തിട്ട് അത് തിരിച്ച് ചോദിച്ചപ്പോൾ ഇവർ പറയുന്ന തെറികളും എല്ലാം നമ്മൾ കേട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൊല്ലസുധിയുടെ കൂടെ ജീവിച്ചപ്പോഴേ ആ സ്ത്രീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം എന്താണെന്ന് അനുഭവിച്ചിട്ടില്ല. അവരാണെങ്കിൽ ഭയങ്കര ദാരിദ്ര്യത്തിലാണ്. ഇന്ന് അവിടെ നിന്നൊക്കെ ഉയർന്നു വന്നിട്ട് ഇന്ന് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ വണ്ടി വാങ്ങിച്ചു, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കൃത്യമായിട്ട് വാങ്ങിക്കാൻ തുടങ്ങി, പേയ്മെൻറ്റ് കൂട്ടി, ഇപ്പോഴും ഓരോ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് വാങ്ങിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ അവരെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് തുനിഞ്ഞിറങ്ങിയത് തന്നെയാണ്. എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കാട്ടുതീയായിട്ട് തന്നെയാണ് അവരിറങ്ങിയത്. അല്ലാതെ നമ്മുടെ സിജോ പറഞ്ഞ പോലെ വെറുതെ വന്നിട്ടൊരു കാട്ടുതീയല്ല. ഇത് കൃത്യമായിട്ട് ഞാൻ ഒരു കാട്ടുതീയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുത്തുകളെ കൊണ്ടൊന്നും അവരെ പരാജയപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വേണമെങ്കിൽ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് കഴിഞ്ഞാൽ കയ്യടിക്കാനും അങ്ങനെയുള്ളതിനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാകും. അപ്പോൾ ഈ ചെറുക്കനോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു മോനെ, നിങ്ങൾ ഒരുമിച്ചാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 2 ആഴ്ച മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ് വാങ്ങിക്കാൻ പോയപ്പോഴും നീ അടക്കം അത് വാങ്ങിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നെ ഇപ്പോഴെന്താണ് ഈ ഒരു വാർത്തയുമായിട്ട് വരാനുള്ള കാരണം? അതുമാത്രവുമല്ല, ഇതാരാണ് നിന്നെ കൊണ്ട് പറഞ്ഞ് ചെയ്യിച്ചത്? പിന്നെ കണ്ടന്റിന് വേണ്ടിയിട്ട് നീയും ഒരു ഉടായ്പിലേക്കാണോ പോകുന്നത്? എന്ത് ഇതുണ്ടാക്കിയിട്ടും കണ്ടന്റ് ഉണ്ടാക്കും എന്ന് പറയുന്നത് ഈ ഒരു പ്രായത്തിൽ ആ ചെറുക്കന് ചേർന്നതല്ല. ആ ചെറുക്കൻ ഇപ്പോഴും എന്ന് പറഞ്ഞ് ഈ മാന്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ നമ്മളൊരു ജോലി തരുമെന്ന്. അത് വാങ്ങിച്ചിട്ട് ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണിയെടുക്കുക. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന പൈസയാണ്. ആ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും ഇങ്ങനെ പറഞ്ഞാൽ എന്ന് കരുതി നാളെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ വേറെ പലതും ഈ ചെറുക്കൻ വിളിച്ച് പറയും. ചിലപ്പോൾ അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അതായത് അവൻ്റെ കാര്യങ്ങൾ അവന് മാത്രമേ അറിയുള്ളൂ. അവൻ എന്ത് പറയും എന്ത് പറയില്ല എന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവൻ്റെ വാക്കും പൊക്കി പിടിച്ചിട്ട് ഇവിടെ കിടന്നിട്ട് മെഴുകാതെ അവൻ തന്നെ ആദ്യം ഒരു തീരുമാനമെടുക്കുക. അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധമില്ലേ? ഇനിയിപ്പോൾ നീ പിന്നെ എന്താ പറയണ്ടേ, എൻ്റെ അച്ഛൻ്റെ ഭാര്യനെ ഒഴിവാക്കിയോ, അമ്മ എന്നുള്ള വിളിയിൽ ഇപ്പോൾ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ പൂർണ്ണമായിട്ട് അവരുമായിട്ട് ദേഷ്യത്തിലാണോ? ഇതാണ് ആദ്യമായിട്ട് പറയേണ്ടത്. അല്ലാതെ പിന്നെ സ്ഥലം തന്നവർ ഞങ്ങൾക്ക് നല്ലതാണ്, വീട് തന്നവർ നല്ലതാണ്, അതിനൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അവരൊക്കെ തരാൻ കഴിവുള്ളവരാണ്. ആ കഴിവുള്ളവരല്ലാതെ കഴിവില്ലാത്ത ആർക്കെങ്കിലും പോയിട്ട് സഹായം ചെയ്യാൻ കഴിയുമോ? അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിൻ്റെയൊക്കെ ബാലകൃഷ്ണൻ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊല്ലസുധി എന്ന് പറയുന്നവൻ ഏറ്റവും കൂടുതൽ ജോലി ചെയ്തത് ഫ്ലവേഴ്സ് ചാനലിലാണ്. അപ്പോൾ മര്യാദയ്ക്ക് ശമ്പളം പോലും വാങ്ങിക്കാൻ ആ ചങ്ങാതിക്ക് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കിട്ടുന്നത് എന്താണ് കൊടുത്തത് അതും വാങ്ങിച്ച് പോക്കറ്റിലിട്ട് വന്നു. അതന്ന് അരിയും പടിയും പണിച്ച് തീർത്തു. ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നാളത്തേക്ക് ഒരു സമ്പാദ്യം വെക്കാനോ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കണമെന്ന് വിചാരിക്കാനോ ഒന്നും കൊല്ലസുധി മനക്കേട്ടില്ല. അതിൻ്റെ ഒരു പരിണിത ഫലം തന്നെയാണ് ഈ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആവുന്ന കാലത്ത് നിങ്ങൾക്ക് 10 കാശ് കയ്യിൽ വരുമ്പോൾ ഒരു വീടും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് സമ്പാദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നിങ്ങൾ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി കിടക്കാൻ ആരുടെ മുന്നിൽ കൈനീട്ടാണ്ട് കയറി കിടക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഹൈപ്പ് ചെയ്തോ. ബൈ ബൈ.